ഇത്രയും സൗന്ദര്യം ഒക്കെ മതി ജനാധിപത്യത്തിന് എന്ന് ആളുകൾ പറയുന്നതിനകത്ത് ബ്യൂട്ടി ഓഫ് ഡെമോക്രസി. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തമ്മിൽ ഈ വിഷയം ചർച്ച ചെയ്തു. ഇനി സോണിയ കൂടി ചർച്ചയിൽ ഉൾപ്പെടുന്നുണ്ട്. സോണിയാഗാന്ധി കൂടി വരുന്നുണ്ട്. അതോ മൂന്ന് പേരും തന്നെ ചർച്ച ചെയ്തോ? അങ്ങനെ വാർത്തകൾ വരുന്നുണ്ട് ചർച്ച ചെയ്തു എന്നാണ്. അപ്പോൾ ആ ഗാന്ധി നെഹ്റു കുടുംബത്തിനകത്തെ ഈ ചർച്ച വളരെ പ്രധാനമാണ്. ഒന്ന്. രണ്ട്, അവർ ഇനി ബന്ധപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ആളെന്ന് പറഞ്ഞത് സീനിയർ എന്നുള്ള നിലയിൽ AK ആൻ്റണിയാണ്, സംശയമില്ല. ഇനിയിപ്പോൾ പോയിട്ടുള്ള മുൻ KPCC പ്രസിഡന്റുമാർ അവരോട് അഭിപ്രായം ചോദിക്കാനാണെങ്കിൽ VD സതീശനെ പിന്തുണയ്ക്കുന്നവരാണ് കൂടുതൽ പേരും, സുധാകരൻ ഒഴികെ എന്നാണ് എൻ്റെ അറിവ്. അതുകൊണ്ട് ആ നിലയ്ക്കൊക്കെ നോക്കുമ്പോൾ AK ആൻ്റണി സ്വാഭാവികമായും അദ്ദേഹം കേരളത്തിൻ്റെ ഒരു മനസാക്ഷി മനസ്സിലാക്കുകയും ഈ എന്താ പറയുക, ഇതിൽ ഒരു ആദർശത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ചെയ്ത ജോലിക്ക് അയാൾക്കാണ് അർഹത എന്ന് കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നോക്കുമ്പോൾ VD സതീശനാണ് കൂടുതൽ സാമാന്യൻ എന്ന് വെച്ചാൽ ഒരു ലോജിക്കൽ ഒരു ഡിസിഷൻ എടുക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എങ്കിൽ സ്വാഭാവികമായിട്ട് അങ്ങനെ വരാനേ സാധ്യതയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ മറുവശത്താണ് ഈ പറഞ്ഞ പാർട്ടിക്കുള്ളിലെ ഈ എന്താ പറയുക പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, ഈ പാർട്ടി സംഘടനാപരമായ മറ്റ് വിഷയങ്ങളും എല്ലാം. ഇപ്പോൾ MLA മൊത്തമായിട്ട് VD സതീശൻ മുഖ്യമന്ത്രിയായാൽ MLA മൊത്തമായിട്ട് അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ അത് ഭരണത്തിലൊക്കെ കുറേ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ തിരിഞ്ഞ് നിൽക്കുക എന്ന് വെച്ചാൽ അവർ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ എന്നാൽ തന്നെ അതിനകത്തൊരു സുഖമില്ലായ്കയുണ്ടെങ്കിൽ അത് പ്രശ്നമാകും. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ഓപ്ഷനെക്കുറിച്ച് കാര്യമായി അവർ ആലോചിക്കുന്നത്. അല്ലാതെ മറ്റൊരു തരത്തിലുള്ള ന്യായവും അതിനില്ല, ഒരു ന്യായവും ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനിപ്പോൾ ഇപ്പം തന്നെ ഇത്രയും ആളുകളെ വിളിപ്പിച്ചപ്പോൾ ഇനി കേരളത്തിലെ ആളുകളെ മൊത്തമായിട്ട് അങ്ങോട്ട് ഡൽഹിയിലേക്ക് വിളിപ്പിക്കാൻ പോവുകയാണോ എന്നൊക്കെയുള്ള തമാശകളൊക്കെ വരുന്നുണ്ട്. എനിവേ, ഇത് പെട്ടെന്ന് ഒരു തീരുമാനം എടുത്താൽ കൊള്ളാം എന്നുള്ളതാണ്. ഇത്രയും സൗന്ദര്യം ഒക്കെ മതി ജനാധിപത്യത്തിന് എന്ന് ആളുകൾ പറയുന്നതിനകത്ത് ബ്യൂട്ടി ഓഫ് ഡെമോക്രസി. പക്ഷേ അതിനേക്കാൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തമിഴ്നാട്ടിൽ കാണാനുണ്ട് അല്ലേ? സ്റ്റാലിനെ ചെന്ന് കാണുന്നു വിജയ്, അതൊക്കെയാണ് കുറേ കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിത്രയും മതി. അപ്പോൾ ഇത് വെച്ച് അവരൊരു തീരുമാനത്തിൽ പെട്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമായിരിക്കും കേരളത്തോട് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.